BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ചിലവന്നൂർ ബണ്ട് റോഡ് പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 17 മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ചിലവന്നൂർ ബണ്ട് റോഡ് പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കനാൽ വീതിയും ആഴവും വർദ്ധിപ്പിക്കുന്ന ജോലികൾ KMRLന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനു മുൻപ് പാലം പുനർനിർമ്മാണം ഭാഗമായി പൈലിംഗ് ജോലികൾ ആരംഭിച്ച സമയത്ത് അവശ്യ സർവീസ് ഒഴികെയുള്ള ഗതാഗതത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിരുന്നു. എങ്കിലും സമാന്തരമായ പല റോഡുകളുടെയും അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ബണ്ട് റോഡിലൂടെ ഭാഗികമായി ഇരുചക്ര വാഹന യാത്രികർക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാലത്തിന്റെ ലോഡ് ടെസ്റ്റിന്റെ ക്രമീകരണങ്ങൾ നടക്കുന്നതിനാലും മെയിൻ സ്പാനറിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനാലും കാൽനട യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വീടുകളുടെയും സുരക്ഷയെ മുൻനിർത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്നും KMRL അധികൃതർ വ്യക്തമാക്കി. അവശ്യ സർവീസ് ഒഴികെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. കോർപ്പറേഷൻ പരിധിയിൽ മാലിന്യം തള്ളൽ നിരീക്ഷിക്കാനുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്ന കരാർ കമ്പനിയുടെ പ്രവർത്തനം എങ്ങുമെത്താത്തതിനെ തുടർന്ന് 3 മാസം കൂടി കൂട്ടി നൽകും. കോർപ്പറേഷൻ കൗൺസിൽ മേയർ M. അനിൽകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി പിഴ ചുമത്താൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി നഗരസഭാ അതിർത്തിക്കുള്ളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഇഴയുമെന്നും പ്രതിപക്ഷം കൗൺസിൽ ആക്ഷേപം ഉന്നയിച്ചു. 1 വർഷം പിന്നിട്ടിട്ടും പദ്ധതി അനന്തമായി നീളുകയാണ്. വീണ്ടും കരാറുകാർക്ക് സമയം നീട്ടി നൽകാനുള്ള നീക്കം അനുവദിക്കാനാകില്ലെന്നും പുതിയ കരാറുകാരെ കണ്ടെത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പണിയും ആരംഭിച്ചിട്ടില്ലെന്നും അതിനിടെ കരാർ നീട്ടി നൽകാനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും UDF പാർലമെന്ററി കാര്യ നേതാവ് MG അരിസ്റ്റോട്ടിൽ പറഞ്ഞു. കാലതാമസം വരുത്തിയതിന്റെ കാരണം എന്താണെന്ന് ഫയർ പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തെങ്കിലും മേയർ ഇത് അംഗീകരിച്ചില്ല. 3 മാസം കൂടി കരാറുകാർക്ക് സമയം നൽകാമെന്നും അതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്നും മേയർ കൗൺസിൽ വ്യക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കോർപ്പറേഷനും വിവിധ മുനിസിപ്പാലിറ്റികളും സജ്ജമാകുന്നു. ഡിവിഷനുകളുടെ വിഭജനം പൂർത്തീകരിച്ച് പട്ടിക പുറത്തിറങ്ങി. കൊച്ചി കോർപ്പറേഷൻ 2 ഡിവിഷനുകളും മുനിസിപ്പാലിറ്റികളിൽ 5 ഡിവിഷൻ വരെയും വർദ്ധിക്കും. ആലുവയിൽ മാത്രമാണ് വർധനയില്ലാത്തത്. നിലവിൽ കൊച്ചി കോർപ്പറേഷനിലെ 74 ഡിവിഷൻ 76 ഉയരും. 2 SC വനിതാ സംവരണ സീറ്റ് ഉൾപ്പെടെ 37 വനിതാ സംവരണ സീറ്റാണ് നിലവിലുണ്ടായിരുന്നത്. പുതിയ പട്ടിക പ്രകാരം സ്ത്രീകൾക്ക് സംവരണം ചെയ്യേണ്ടത് 38 ഡിവിഷനാണ്. പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്യേണ്ടത് 3 സീറ്റും പട്ടികജാതി സ്ത്രീകൾക്ക് സംവരണം ചെയ്യേണ്ടത് 2 ഡിവിഷനുമാണ്. 13 മുനിസിപ്പാലിറ്റികളാണ് എറണാകുളം ജില്ലയിലുള്ളത്. 42 ഡിവിഷനിലുള്ള കളമശ്ശേരിയിൽ 4 ഡിവിഷൻ വർദ്ധിച്ച് 46 ആകും. ഇതിൽ 23 ഡിവിഷൻ വനിതാ സംവരണമായിരിക്കും. 4 എണ്ണം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്യേണ്ടതാണ്. 3 ഡിവിഷൻ പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കും സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 31 ഡിവിഷനുള്ള കോതമംഗലത്ത് 33 ആകും. 23 ഡിവിഷൻ വനിതാ സംവരണമായിരിക്കും. 4 പട്ടികജാതി സംവരണവും 2 ഡിവിഷൻ പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കുള്ള സംവരണവുമാകും. 30 ഡിവിഷനുള്ള അങ്കമാലിയിൽ 31 വർദ്ധിക്കും. 16 വനിതാ സംവരണം, 1 എണ്ണം പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്കുള്ള സംവരണം എന്നിങ്ങനെയാകും. 49 സീറ്റുണ്ടായിരുന്ന തൃപ്പൂണിത്തുറയിൽ 4 ഡിവിഷൻ വർദ്ധിച്ച് 53 ആകും. ചൂർണിക്കര ദേശീയപാതയിലെ അനധികൃത ലോറി പാർക്കിംഗ് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു. തായ്ക്കാട്ടുകര ഗാരേജിനടുത്ത് ഐശ്വര്യ നഗറിന് മുൻഭാഗത്താണ് വലിയ ലോറികളടക്കം പാർക്ക് ചെയ്യുന്നത്. ഒരേ സമയം നിരവധി ലോറികൾ ഇവിടെയുണ്ടാകും. ഒന്നിലധികം നിരകളിലായി റോഡിലേക്ക് കയറ്റി വരെ ലോറികൾ നിർത്തിയിടുന്നുണ്ട്. വ്യാപക പരാതി ഉയർന്നിട്ടും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. പഞ്ചായത്ത് ഇക്കാര്യം പലതവണ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടതാണ്. റെസിഡൻസ് അസോസിയേഷൻ ഇതിനെതിരെ വീണ്ടും പരാതിയുമായി രംഗത്തുണ്ട്. മുട്ടം മുതൽ
പുളിഞ്ചോട് വരെ ചരക്ക് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം ഐശ്വര്യനഗറിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് അപകടം നടന്നിരുന്നു. ഐശ്വര്യനഗറിലെ താമസക്കാർക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധമാണ് പ്രധാന ഗേറ്റിന്റെ ഇരുവശത്തും ചരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അമ്പാട്ടുകാവിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്ക് പിന്നിലിടിച്ച് തിരുവനന്തപുരം സ്വദേശി മരിച്ചതിനെ തുടർന്ന് അനധികൃത പാർക്കിങ്ങിനെതിരെ പോലീസ് നടപടി തുടങ്ങിയിരുന്നു. ദേശീയ പാതയോരത്തെ അനധികൃത പാർക്കിങ്ങിനെതിരെ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപ്പാകുന്നില്ലെന്നാണ് തായിക്കാട്ടുകര ഐശ്വര്യ നഗർ എലോട്ടീസ് അസോസിയേഷൻ ആരോപിക്കുന്നത്. അസോസിയേഷന്റെ ഹർജിയിലാണ് ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗ് നിരോധിച്ചത്. ദേശീയപാതയിൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുകയാണ് ലോറികൾ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.